ശ്രീ നിർമ്മൽ അബ്രഹാം, ഈ വിഷയത്തിൽ താങ്കൾക്ക് താങ്കളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. അതോടൊപ്പം തന്നെ ഇന്ന് അമേരിക്കൻ സുപ്രീം കോടതി താരിഫ് വിഷയത്തിൽ ട്രംപിൻ്റെ നിലപാടുകൾ, ട്രംപിന് അത്തരമൊരു നിലപാടെടുക്കാനുള്ള അവകാശമുണ്ടോ ഇല്ലയോ എന്നത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സാഹചര്യം അമേരിക്കയെ സംബന്ധിച്ചുണ്ട്. മംതാനിയുടെ വിജയം മാത്രമല്ല, പൊതുവെ തെരഞ്ഞെടുപ്പ് ഫലം എന്നത് റിപ്പബ്ലിക്കൻസിന് ഒട്ടും അനുകൂലമല്ല എന്നൊരു സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് ഇതൊരു തിരുത്തിനുള്ള പാഠം ഉൾക്കൊള്ളേണ്ടെന്ന അവസരമായാണോ താങ്കൾ കാണുന്നത്? ഞാനത് പറയാൻ പാടില്ല. ഞാൻ യൂഷ്വലി ട്രംപിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. പോത്തിനോട് വേദം ഓതിയിട്ടൊരു കാര്യമില്ല എന്ന് പറയുന്ന പോലെ ട്രംപിനോട് ഈ ഒരു കാര്യം കൊണ്ടൊന്നും ട്രംപ് മാറാൻ പോകുന്നില്ല. ഈ ഒരു ഇലക്ഷൻ നടന്നു, പുള്ളി അതിനൊരു ഇന്റേണൽ ഇഷ്യൂ ആയിട്ടാണ് കാണുന്നത്. പുള്ളി മംതാനി ഒരു കമ്മ്യൂണിസ്റ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ എക്സ്ട്രീം തീവ്ര ഇടതുപക്ഷം നുഴഞ്ഞു കയറുന്നു എന്നുള്ളൊരു വാദം മാത്രമേ പുള്ളിക്കുള്ളൂ. അതിൻ്റെ അകത്ത് ട്രംപ് ഒരിക്കലും ടാരിഫുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പോലും ഞാൻ വിചാരിക്കുന്നില്ല. എങ്കിലും അദ്ദേഹത്തിന് ആശ്വാസമായ കാര്യം ഇപ്പൊ ചൈനയുമായിട്ട് ഉള്ള, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ ഇരുന്ന കാര്യമാണ്, ചൈനയുമായിട്ടുള്ള ഡീലിൽ കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചൈന ചെയ്തത് ചെറിയൊരു ആശ്വാസമായി വന്നതുകൊണ്ട് ഇന്ത്യയുടെ കേസ് ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല ഉടനെ ഒത്തുതീർപ്പായി പോകുന്നുള്ളത്. ഇനി മംതാനിയുടെ കേസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ, ഞാൻ അദ്ദേഹത്തിന്റെ ക്യാമ്പയിൻ ആദ്യ സമയം മുതൽ പ്രൈമറീസിൽ ഇതേ എത്തുമ്പോൾ എന്നെ ആദ്യമായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് ഇദ്ദേഹത്തിന്റെ മ്യൂസിക് വീഡിയോ അയച്ചു തന്നിട്ടാണ് ഇയാള് മേയർ ആകാൻ നിൽക്കുന്നു എന്ന് പറയുന്നത്. അന്ന് മുതൽ ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഒരുപക്ഷെ അദ്ദേഹത്തിന് വോട്ടുകൾ കിട്ടാനുള്ള കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു മൈക്കിൾ ബ്ലൂംബർഗ് ഒറ്റ ട്രാൻസാക്ഷനിൽ $8 മില്യൺ കൊടുത്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മംതാനിക്ക് വേണ്ടി ഡോറുകളിൽ പോയി മുട്ടി, ഫോൺ എടുത്ത് വിളിച്ച്, സ്ട്രീറ്റിൽ വെയിറ്റ് ചെയ്ത് ഫ്ലയേഴ്സ് കൊടുത്തത് ഇഷ്ടം പോലെ വരുന്ന ചെറുപ്പക്കാരാണ് ന്യൂയോർക്കിലുള്ളത്. 100,000-ഓളം, 10,000 തുടങ്ങി 10,000-ആയി 90,000-ആയി ഇലക്ഷൻ ദിവസത്തിന് മുന്നേ 100,000 ആളുകളാണ് ഇദ്ദേഹത്തിന് വേണ്ടി വോളണ്ടിയർ ചെയ്തത്. അപ്പൊ ആ വോളണ്ടിയർ ചെയ്തുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഒരു പ്രതിനിധി എന്നുള്ള ഇമേജ് സൃഷ്ടിക്കാൻ സാധിച്ചു. പക്ഷെ അവിടെ വേറൊരു പ്രശ്നമുള്ളത്, DSA എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്ക. അതായത് അമേരിക്കയിലെ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് സംഘടനയാണ്. ആ സംഘടനയിലെ ഏറ്റവും പ്രമുഖരായ നേതാക്കളിൽ ഒരാളാണ് സോറാൻ മംതാനി. ഒരു വർഷമായിട്ടല്ല, പല വർഷങ്ങളായിട്ട് അദ്ദേഹമാണ്. അപ്പോൾ ഒരു ആക്ടിവിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ ഈ DSA, ഈ പറയുന്ന 100,000-ഓളം വരുന്ന വോളണ്ടിയേഴ്സിനെ സംഘടിപ്പിക്കാൻ മംതാനി ഒറ്റയ്ക്കല്ല പോയത്. DSA ആണ് അദ്ദേഹത്തിന് സംഘടിപ്പിച്ചു കൊടുത്തത്. അദ്ദേഹത്തിന് വേണ്ടി ക്യാമ്പയിൻസ് നടത്തിയത്, സോഷ്യൽ മീഡിയ കൊളാബറേഷൻസ് നടത്തിയത്, പല പല കോalitionസും റെഡിയാക്കി കൊടുത്തത്. അപ്പൊ അങ്ങനെ വരുമ്പം ഇദ്ദേഹം മേയറായിട്ട് കയറുമ്പോൾ ഈ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന സംഘടന, പൊളിറ്റിക്കൽ അസോസിയേഷൻ അല്ല, എന്ന് പറയുന്ന സംഘടന അദ്ദേഹത്തോട് അവരുടെ ഡിമാൻഡ്സ് മുന്നോട്ട് വെക്കാൻ സാധ്യതയുണ്ട്. അവരുടെ ഡിമാൻഡ്സ് എന്താണെന്ന് അവരുടെ വെബ്സൈറ്റിലൊക്കെ പോയി വായിച്ചു കഴിഞ്ഞാൽ അറിയാം. അവർക്ക് ക്യാപിറ്റലിസം ഓവർത്രോ ചെയ്യുക എന്നുള്ളതാണ് ഡിമാൻഡ്. അതൊരിക്കലും എനിക്ക് തോന്നുന്നു മംതാനിയെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. ഒന്ന്. രണ്ട്, നേരത്തെ ശ്രീ സജിമോൻ ആന്റണി സൂചിപ്പിച്ചത് ശരിയായ ഒരു കാര്യമാണ്. ക്രിസ്റ്റി ഹോക്കിള് അവസാനം സപ്പോർട്ട് ചെയ്തെങ്കിലും ഒരു ചെറിയ സാധ്യത അവിടെ കാണുന്നത് ആന്റോണിയോ ഡെൽഗാഡോ എന്ന് പറയുന്ന, അദ്ദേഹത്തിന് ഇപ്പൊ തന്നെ പ്രൈമറീസിൽ മത്സരിക്കുന്ന അടുത്ത ഗവർണർ ആയേക്കാം എന്ന് കരുതുന്ന ആളുണ്ട്. അവിടെയാണ് മംതാനി എന്ത് അപ്രോച്ച് എടുക്കും എന്നുള്ളത് കാത്തി ഹോക്കിൾ നോക്കും. കാരണം അടുത്ത പ്രൈമറീസിൽ അടുത്ത വർഷം വീണ്ടും കാത്തി ഹോക്കിളുടെ സ്ഥാനം അടുത്ത വർഷം മാറാം. ആ സമയത്ത് മംതാനി എന്താണ് ഇവരെ എൻഡോസ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും അവർ നോക്കുന്ന ഒരു കാര്യമായിരിക്കും. എൻഡോസ് ചെയ്യാതെ ആന്റോണിയോ ഡെൽഗാഡോ എന്ന് പറയുന്ന ആൾ കുറച്ചുകൂടെ ഇടതുവശത്തോട്ട് ചാഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരുപക്ഷെ ഡെൽഗാഡോയാണ് മംതാനി സപ്പോർട്ട് ചെയ്യുന്നത്, എൻഡോസ് ചെയ്യുന്നത്, സ്പീച്ചുകൾ മെൻഷൻ ചെയ്യുന്നെങ്കിൽ കാത്തി ഹോക്കിളിന്റെ തീരുമാനങ്ങൾ ഒരുപക്ഷെ അതിനെ ബേസ് ചെയ്താകാം. അത് മാത്രമല്ല, കാത്തി ഹോക്കിളിന് സ്ട്രിങ്സ് ഒന്നും അറ്റാച്ച്ഡ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഏതൊരു വലിയ സിറ്റിയിലെ ഗവൺമെന്റിനെ എടുത്താലും, ഇപ്പൊ നമ്മുടെ ഇന്ത്യ എടുത്തു, ഏത് രാജ്യത്ത് തന്നെയാണ് സിറ്റുവേഷൻ, വലിയ ബിസിനസ്സുകാർക്ക് തീർച്ചയായിട്ടും ഗവൺമെന്റിന് മേൽ ഒരു ഹുക്കുണ്ട്. ആ ഹുക്ക് വിട്ട് മംതാനിക്ക് ഈ പറയുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ ഇന്ത്യൻ എന്നുള്ള കേസിൽ ഇപ്പൊ ഇന്ത്യക്കാരൻ അല്ല, ഇന്ത്യൻ റൂട്ട്സ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുഗാണ്ടയിൽ ജനിച്ച് അമേരിക്കയിൽ വളർന്ന പകുതി ഇന്ത്യൻ പേരൻസ് ഉള്ള ഒരു വ്യക്തി എന്നേ പറയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നമ്മൾ അത്രയധികം ആഘോഷിക്കാത്തത്. രണ്ടാമത് കാരണം, നേരത്തെ രണ്ടു കൂട്ടരും സൂചിപ്പിച്ച പോലെ ശ്രീ നരേന്ദ്രമോദിക്കെതിരെ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ, അതെനിക്ക് തോന്നുന്നത് ന്യൂയോർക്ക് മേയറൽ റേസ് നടക്കുന്നുണ്ട്. അദ്ദേഹം നാളെ അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ മത്സരിച്ച ഒരിക്കലും അങ്ങനെ പറയില്ല. കാരണം അദ്ദേഹത്തിന് എല്ലാവരുടെയും വോട്ട് വേണം. ന്യൂയോർക്കിൽ അദ്ദേഹത്തിന്റെ പോപ്പുലേഷൻ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം, ഡെമോഗ്രഫി അറിയാം, ചെറുപ്പക്കാരാണ്, കൂടുതലും ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഒരുപാട് ചെറുപ്പക്കാർ വളർന്നു വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പ്ലീസ് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ DSA, ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്കയൊക്കെ പ്ലീസ് ചെയ്യുന്ന രീതിയിൽ ഉള്ള കമന്റ്സേ ഇപ്പോൾ അദ്ദേഹം മേയറായിട്ട് മത്സരിക്കും അദ്ദേഹം മുന്നോട്ട് വിടുള്ളൂ. ഒരു പക്ഷേ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആകുമ്പോൾ മോദിയുടെ കാര്യത്തിൽ അല്പം കൂടെ ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കാൻ തയ്യാറുണ്ട്. ഒരു കാര്യം കൂടെ പറയാം, മംതാനിയുടെ കേസിൽ എനിക്ക് പക്ഷെ 1-2 കാര്യങ്ങളിൽ ചെറിയ സംശയം നിൽക്കുന്നത്. എത്രത്തോളം ജെനുവിൻ ആണ്, വളരെ കരിസ്മാറ്റിക് ആണ്, പക്ഷെ കരിസ്മാറ്റിക് ആയിട്ടുള്ള എല്ലാവരും ജെനുവിൻ ആണോ എന്ന് പറയാൻ പറ്റില്ല. ചില കാര്യങ്ങളിൽ മംതാനി
ഫ്ലിപ്പ് ഫ്ലോപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കൺസിസ്റ്റൻസി ട്രംപിന്റെ കാര്യത്തിൽ ഒന്നേ ഉള്ളൂ. ട്രംപ് മിക്കവാറും തുറന്നടിച്ച് പറയുമെങ്കിലും കൺസിസ്റ്റന്റ് ആണ്, അദ്ദേഹത്തിന്റെ വ്യൂസ് ഒക്കെ പൊതുവെ കൺസിസ്റ്റന്റ് ആണ്. മംദാനി 2020 ഒരു ട്വീറ്റ് ഇട്ടിരുന്നു. 2020 ന്യൂയോർക്ക് സിറ്റി ഒക്കെ കത്തുന്ന സമയത്ത് ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ഇല്ലാതാക്കണം, അവരെ ഡിസ്മാൻഡിൽ ചെയ്ത് കളയണം, ഇവന്മാരാണ് ഈ ന്യൂയോർക്ക് തകർക്കുന്നത്, ശരിക്കും മനുഷ്യരല്ല, ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് ട്വീറ്റ് ഇട്ട വ്യക്തിയാണ് മംദാനി. പിന്നീട് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ അതെനിക്ക് അന്ന് ദേഷ്യം വന്നപ്പോൾ ഞാൻ ഇട്ടതാ, ഇപ്പൊ എനിക്ക് റീഫണ്ട് ചെയ്യണമെന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞൊരു മാറ്റം പറഞ്ഞു. ഡീക്രിമിനലൈസേഷൻ, ഇപ്പം ചെറിയ ചെറിയ ക്രൈം മുതൽ വലിയ ക്രൈമുകൾ വരെ, ഒരു എക്സാമ്പിൾ ഇപ്പൊ പ്രോസ്റ്റിറ്റ്യൂഷൻ മുതൽ വലിയ ക്രൈമുകൾ വരെ പലതും ഡീക്രിമിനലൈസ് ചെയ്യണം. ആരും ക്രിമിനൽസ് അല്ല, ജീവിത സിറ്റുവേഷൻ കൊണ്ട് ചെയ്യുന്നത്, അതുകൊണ്ട് സിറ്റീസിലൊന്നും അങ്ങനെ ക്രിമിനൽസ് എന്ന് വിളിക്കാൻ പറ്റില്ല, പുതിയ ജയിലുകളൊന്നും പണിയണ്ട എന്ന് പറഞ്ഞിരുന്ന ആള് ഇപ്പൊ വന്ന് പതുക്കെ വോട്ടിങ്ങിലോട്ട് എടുത്തപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, നമ്മൾ ഡീക്രിമിനലൈസേഷന്റെ കാര്യമൊക്കെ പിന്നീട് ആലോചിക്കാം എന്ന് പറഞ്ഞ് കുറച്ചുകൂടെ മോഡറേറ്റ് ആവുന്നു. അപ്പൊ അങ്ങനെയുള്ള ഈ ചായ്വ് വരുമ്പം യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ ഐഡിയോളജി എന്താണ് എന്നുള്ളത് വരും ദിവസങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. എനിക്ക് പെട്ടെന്ന് ഇപ്പൊ നിർമ്മൽ പറഞ്ഞ കറക്റ്റ് ആണ്. എങ്കിൽ പോലും എല്ലാ പൊളിറ്റീഷ്യനും ചെയ്യുന്നതാണ്. അവര് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് 1-2 മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുണ്ട്. നല്ല പൊളിറ്റീഷ്യൻസ് അവർ അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ ഈ കേസിൽ മംദാനിയും അത് അക്സെപ്റ്റ് ചെയ്ത് ആ ഒരു ട്വീറ്റിനെ അപ്പോളജൈസ് ചെയ്തിട്ടുണ്ടെന്ന് ട്രംപ് ഇന്ന് പറയുന്നത് നാളെ ചോദിച്ചാൽ ട്രംപ് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ആളാണ്. ഒന്നും കൂടെ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ടാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ഇലക്ഷൻ അക്സെപ്റ്റ് ചെയ്തത്. 2020 തോറ്റിട്ടില്ല 4 വർഷം പുള്ളി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇന്ന് കാലത്തെ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തത് റിപ്പബ്ലിക്കൻ കൺസിസ്റ്റൻസി കാണിച്ചു, അതാണ്. എന്തായാലും തോൽവി ട്രംപ് തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും.